ഹായ് ഡിയേഴ്സ്. അപ്പം ഞങ്ങൾ ഇന്ന് ബർത്ത്ഡേൻ്റെ ഒരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മൾ പട്ടാമ്പിയിലുള്ള ഫാഷൻ പരാഗിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനും അപ്പു, ഉണ്ണിമോള്, രണ്ട് അമ്മമാർ, ഏട്ടൻ, കുഞ്ഞു എല്ലാവരും കൂടിയിട്ടാണ് പോയിട്ടുള്ളത്. ഫാഷൻ പരാഗിലെത്തി അവിടെ ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഓണത്തിൻ്റെ കളക്ഷൻസ് നിറയെ വന്നു കൂടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനായിരിക്കും, ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ. അമ്മ കുറേ തുണിയൊക്കെ നോക്കി വെക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല ആദ്യം കോസ്റ്റ്യൂം എടുത്തിട്ട് വേണം അവൾക്ക് എടുക്കാന്നുള്ളൊരു ഇതെല്ലാം നടക്കുന്നത് കേട്ടോ. ഇവന് ആകെ കൂടെ അങ്ങനെ കൺഫ്യൂഷനായി ഏത് കളറാണ് എടുക്കേണ്ടത് എന്നുള്ളത്. അങ്ങനെ വൈറ്റാണ് അവർ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ കണ്ടവർക്ക് പട്ടാമ്പിയിൽ നിന്ന് സുബിമാമനെ വിളിച്ചിട്ടുണ്ട്. സുബിമാമൻ പട്ടാമ്പി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ സുബിമാമനെ കണ്ടിട്ട് അടുത്ത പരിപാടി ആവാന്ന് കരുതിയിട്ട് അങ്ങനെ പോയി. മഴ നന്നായി പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ അവിടുന്ന് സുബിമാമനെ കണ്ടു. അങ്ങനെ സുബിമാമൻ വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സുബിമാമൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. സുബിമാമൻ്റെ വീട്ടിൽ മൺമാമൻ്റെ വീട്ടിലൊക്കെ പോയി വന്നതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് സ്റ്റുഡിയോയിലേക്കാണ്. സ്റ്റുഡിയോയിൽ പോയിട്ട് ഇമാതിരി പരിപാടി ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇതുവരെ കിട്ടാത്തൊരനുഭവമായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. സ്റ്റുഡിയോയിൽ ഓഫറുള്ള സമയമൊക്കെ അല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര പ്ലാനിങ്ങോട് കൂടിയിട്ട് അമ്മമാരെയൊക്കെ ഇവിടെ എത്തിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഒരാൾക്ക് ലിപ്സ്റ്റിക്ക് വാങ്ങിക്കണം, മറ്റൊരാൾക്ക് ഷർട്ട് എടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം ഡോറിൻ്റെ അടുത്തപ്പോൾ ഡോറ് ക്ലോസ് ആണ്. കാരണം 11 മണിയായിരുന്നു. ഞങ്ങളത് ഓപ്പൺ ആണെന്ന് കരുതിയിട്ട് കയറി ചെന്നാൽ ആകെ അമ്മളി പറ്റി ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ചെന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതിയിട്ട് നമ്മുടെ ഓമല്ലൂർ സേവനയുടെ അടുത്തുള്ള കഫേ ബ്ലഷിലേക്കാണ് പോയത് കേട്ടോ. ആകെപ്പാട് ഒരു പിങ്ക് മയാണ് നമ്മുടെ കഫേ ബ്ലഷ്. സമയം നല്ലോണം വൈകിട്ടുണ്ടായിരുന്നു. അവിടെ അടയ്ക്കാനുള്ള സമയമായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളങ്ങനെ വലിയ ഡിഷസൊന്നുമല്ല ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നു. അവർ വിചാരിച്ച് കാണും ക്ലോസ് ചെയ്യുന്ന ടൈമിൻ്റെ അവിടെ നിന്ന് എവിടുന്നാണോ ഇവർ കുറ്റിയും പറിച്ച് വന്നിരിക്കുന്നതെന്ന്. ആകെ കൂടി ഞങ്ങൾ ചെന്നപ്പോൾ ആകെ ഇങ്ങോട്ട് ബഹളമായി. അതൊക്കെ കഴിച്ച് എല്ലാവരും അങ്ങോട്ട് വയറൊക്കെ സെറ്റായിട്ട് ഇരുന്നു. അവിടുന്ന് നേരെ ഇറങ്ങി ഞങ്ങൾ ഇതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര തണുപ്പും. നേരം 12 മണിയായി തുടങ്ങി. അപ്പം ഞങ്ങളിതാ വീടെത്തി.